നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. പതിവ് പോലെ ആദ്യ ദിനത്തിലെ പരീക്ഷ കുട്ടികളെ വലച്ചില്ല. കനത്ത ചൂട് പരിഗണിച്ച് രാവിലത്തെ പരീക്ഷാ ഹാളിൽ കുടിവെള്ള വിതരണം ഒരുക്കി. മൂല്യനിർണ്ണയം ഏപ്രിൽ 3 ആരംഭിക്കും. മെയ് മാസം അവസാനത്തോടെ ഫലപ്രഖ്യാപനമുണ്ടായേക്കും. പെരുമ്പടപ്പ് പുത്തൻപള്ളിയിൽ ലോഡ്ജിൽ താമസിച്ചിരുന്ന 3 യുവാക്കളെ 140 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പെരുമ്പടപ്പ് പോലീസ് പിടികൂടി. വെളിയങ്കോട് കൊങ്ങണം വീട്ടിൽ ഫസലുദ്ദീൻ, പെരുമുടിശ്ശേരി ഏറനൂർ വീട്ടിൽ രാഹുൽ, നാക്കോല വാരിയംപുള്ളി ഷുഹൈബ് എന്നിവരാണ് അറസ്റ്റിലായത്. യേശുവിന്റെ കുരിശുമരണത്തെ സ്മരിച്ച് വലിയ നോമ്പിലേക്ക് ക്രൈസ്തവ സമൂഹം പ്രവേശിച്ചു. അനുതാപത്തിന്റെയും ഉപവാസത്തിന്റെയും പാപപരിഹാരത്തിന്റെയും പാതയിലൂടെ പുണ്യം തേടിയുള്ള 50 നോമ്പാചരണം പ്രാർത്ഥനാ നിർഭരമാകും. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നോമ്പ് ദിനങ്ങൾ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടക്കും. നോമ്പാചരണ തുടക്കം കുറിച്ചുകൊണ്ട് കത്തോലിക്ക വിശ്വാസികൾ വിഭൂതി തിരുനാൾ ആചരിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രി ശുചിമുറിയിൽ തലയടിച്ചു വീണ് 84-കാരന് ദാരുണാന്ത്യം. പുത്തൂർ സ്വദേശി വടക്കൂട്ട് വീട്ടിൽ പൗലോസാണ് മരിച്ചത്. കാട്ടകമ്പാൽ മേഖലയിലെ വാവേക്കർ കോൾപ്പടവിലെ തകർന്ന ബണ്ടിന്റെ പുനർനിർമ്മാണം വൈകുന്നു. ഇപ്പോൾ നിർമ്മാണം തുടങ്ങിയാൽ മാത്രമേ മഴക്കാലത്തിന് മുൻപ് ബണ്ടിന്റെ പുനർനിർമ്മാണം പൂർത്തിയാവുകയുള്ളൂവെന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചു. പതിവ് പോലെ ആദ്യ ദിനത്തിലെ പരീക്ഷ കുട്ടികളെ വലച്ചില്ല. രാവിലെ 9:30 ഭാഷാ പരീക്ഷയോടെയാണ് SSLC പരീക്ഷയ്ക്ക് തുടക്കമായത്. പരീക്ഷ എളുപ്പമായിരുന്നുവെന്നും എന്നാൽ സമയക്കുറവ് അല്പം കുഴക്കിയെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. കുഴപ്പമില്ല, എഴുതിയുണ്ട്, കൊള്ളാം. സമയം ഇല്ല, കുറവാ. സയൻസ് കിട്ടായിരുന്നു, അപ്പോൾ കുഴപ്പമില്ല, ജയിക്കും. മോഡല് കുറച്ച് ടഫായിരുന്നു. ബെറ്ററാണ്. ടൈമിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എഴുതി തീരും. മലയാളമാണ് കുറച്ച് ടഫ്. ഉച്ചയ്ക്ക് ഇംഗ്ലീഷ് പരീക്ഷയോടെ +2 പരീക്ഷയ്ക്കും തുടക്കമായി. ഇല്ല, പേടി ഇപ്രാവശ്യം എക്സാം പാറ്റേണൊക്കെ മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. പിന്നെ മോഡൽ കുഴപ്പമുണ്ടായില്ല, മോഡല് എഴുതിയിരുന്നു, നമ്മൾ നന്നായി എഴുതി. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ സിമ്പിളാണെങ്കിൽ കുഴപ്പമില്ല. പാറ്റേണിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, ഗവൺമെൻറ് പാറ്റേൺ കുറച്ചുകൂടി ടഫാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷയമാണുള്ളത്. കുറേ റൂമേഴ്സും ഉണ്ട്. പിന്നെ സംസ്ഥാനത്തും ലക്ഷദ്വീപ് ഗൾഫ് കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികളാണ് 10ാം തരം പരീക്ഷ എഴുതിയത്. രാവിലെ SSLC പരീക്ഷയും ഉച്ചയ്ക്ക് ഹയർ സെക്കൻഡറി പരീക്ഷയും എന്ന നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. SSLC +2 പരീക്ഷകൾ 26-ന് അവസാനിക്കും. 6-ാം തീയതി HSS 1-ാം വർഷ പരീക്ഷകൾ തുടങ്ങും. 29-ന് അവസാനിക്കും. സുഗമമായ പരീക്ഷാ നടത്തിപ്പിനും ചോദ്യപേപ്പറുകളും ഉത്തരക്കടലാസുകളും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും സംവിധാനമൊരുക്കിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. കൊടും ചൂടിൽ തളരാതിരിക്കാൻ എല്ലാ പരീക്ഷാ ഹാളിലും കുടിവെള്ളം സജ്ജീകരിച്ചിരുന്നു. സംസ്ഥാനത്തൊട്ടാകെയുള്ള 72 ക്യാമ്പുകളിലായി 2 ഘട്ടങ്ങളിലായുള്ള മൂല്യനിർണ്ണയം ഏപ്രിൽ 3-ന് ആരംഭിച്ച് 26-ന് അവസാനിക്കും. മെയ് 3-ാം വാരത്തിനകം SSLC റിസൾട്ട് പ്രഖ്യാപിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. പെരുമ്പടപ്പ് പുത്തൻപള്ളിയിൽ ലോഡ്ജിൽ താമസിച്ചിരുന്ന 3 യുവാക്കളെ 140 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പെരുമ്പടപ്പ് പോലീസ് പിടികൂടി. വെളിയങ്കോട് കൊങ്ങണം വീട്ടിൽ ഫസലുദ്ദീൻ, പെരുമുടിശ്ശേരി ഏറനൂർ വീട്ടിൽ രാഹുൽ, നാക്കോല വാരിയംപുള്ളി ഷുഹൈബ് എന്നിവരെയാണ് പുത്തൻപള്ളി സഫ ലോഡ്ജിൽ നിന്ന് പോലീസ് പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CI ബിജു CV, ASI ഉദയകുമാർ, CPMമാരായ സാൻ സോമൻ, ഉമേഷ്, അനൂപ്, നിതീഷ്, അരുൺനാഥ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. യേശുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് വലിയ നോമ്പിലേക്ക് ക്രൈസ്തവ സമൂഹം പ്രവേശിച്ചു. അനുതാപത്തിന്റെയും ഉപവാസത്തിന്റെയും പാപപരിഹാരത്തിന്റെയും പാതയിലൂടെയുള്ള പുണ്യം തേടിയുള്ള 50 നോമ്പാചരണത്തിനാണ് തുടക്കമായത്. മത്സ്യമാംസാഹാരങ്ങൾ വെടിഞ്ഞ് ഉപവാസവും നോമ്പുമൊക്കെയായി ഈ ദിനങ്ങൾ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥനാ നിർഭരമാക്കും. പള്ളികളിൽ ഉച്ചപ്രാർത്ഥന, സന്ധ്യാനമസ്കാരം, സുവിശേഷ യോഗങ്ങൾ എന്നിവ ഉണ്ടാകും. മാർച്ച് 27 പാതി നോമ്പ്, ഏപ്രിൽ 11 40-ാം വെള്ളി, ഏപ്രിൽ 13 ഓശാന പെരുന്നാൾ, ഏപ്രിൽ 17 പെസഹ വ്യാഴം, ഏപ്രിൽ 18 ദുഃഖവെള്ളി, ഏപ്രിൽ 20 ഉയിർപ്പ് പെരുന്നാളോടെ വലിയ നോമ്പ് സമാപിക്കും. ആഘോഷങ്ങൾ ഒഴിവാക്കി ലളിത ജീവിതം നയിച്ചും പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെ നന്മകൾ ചെയ്തും നോമ്പുകാലം ഫലപ്രദമാക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസി സമൂഹം. പ്രസിദ്ധമായ ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ വലിയ നോമ്പ് ആചരണത്തിന് തുടക്കമായി.
AD 52 വിശുദ്ധ മാർത്തോമാ സ്ലീഹായാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ യേശുവിന്റെ പീഠാനുഭവത്തെ സ്മരിച്ചുകൊണ്ടുള്ള വലിയ നോമ്പ് ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ശുഭ്കാനോ ശുശ്രൂഷയ്ക്ക് UK യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനാധിപൻ അബ്രഹാം മാർ സ്തെഫാനോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികനായി, തുടർന്ന് കഞ്ഞി നേർച്ചയുമുണ്ടായി. വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, നിരവധി വിശ്വാസികളും സംബന്ധിച്ചു. എല്ലാ ദിവസവും പുലർച്ചെ 5 മണിക്ക് പ്രഭാത നമസ്കാരവും 12 മണിക്ക് ഉച്ച നമസ്കാരവും വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരവും ഉണ്ടാകും. വലിയ നോമ്പ് ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും മാത്രമേ വിശുദ്ധ കുർബാന ഉണ്ടാകൂ. ആർത്താറ്റ് പള്ളിയിൽ പുരാതനമായി വലിയ നോമ്പിൽ താമസിച്ച് നോമ്പെടുക്കാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി PV ഷാജു, സെക്രട്ടറി ബിനു CK എന്നിവർ നേതൃത്വം നൽകും. വലിയ നോമ്പാചരണം തുടക്കം കുറിച്ച് കത്തോലിക്ക വിശ്വാസികൾ വിഭൂതി തിരുനാൾ ആചരിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന വിഭൂതി തിരുനാൾ ആചരണത്തിന് സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ മുഖ്യ കാർമ്മികനായി. ദിവ്യബലിയെ തുടർന്ന് വിഭൂതി തിരുനാൾ ശുശ്രൂഷയുടെ ഭാഗമായി നെറ്റിയിൽ കരികൊണ്ടുള്ള കുരിശുവരയും നടന്നു. അനുതാപത്തിന്റെയും ഉപവാസത്തിന്റെയും പാപപരിഹാരത്തിന്റെയും പാതയിലൂടെ പുണ്യം തേടിയുള്ള ക്രൈസ്തവരുടെ 50 നോമ്പാചരണത്തിന് ഇതോടെ തുടക്കം കുറിച്ചു. കൈക്കാരന്മാരായ PS സ്റ്റീഫൻ, ജോൺസൺ കാക്കശ്ശേരി, CK ജോയ്, ജോൺസൺ C തോമസ്, ഇടവക വിശ്വാസികൾ തുടങ്ങിയവർ വിഭൂതി തിരുനാളിന്റെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായി സഹസ്രകലശ ചടങ്ങുകൾ ആരംഭിച്ചു. ദീപാരാധനയ്ക്കു ശേഷം നാലമ്പലത്തിൽ ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിനെ നാക്കിലയിൽ ഇണവസ്ത്രവും പവിത്രമുദ്രവും ദക്ഷിണയും നൽകി ആചാര്യവരണം നടത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, മാനേജർ CR ലജുമോൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഗണപതി പൂജയ്ക്കു ശേഷം മുളയിടൽ ചടങ്ങ് നടന്നു. പുറ്റുമണ്ണും ചാണകപ്പൊടിയും കലർത്തി നിറച്ച 16 വെള്ളിപ്പാലികകളിൽ 12 ധാന്യങ്ങൾ വിതച്ചു. കലശം കഴിയുന്നതുവരെ 3 നേരം മുളപൂജയുണ്ടാകും. കലശ ചടങ്ങുകൾ നടക്കുന്നതിനാൽ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ സഹസ്രകലശം നടക്കുന്ന 9-ന് ഉച്ചവരെ നാലമ്പലത്തിലേക്കുള്ള പ്രവേശനം വടക്കേനടയിലൂടെ മാത്രമാകും. തിങ്കളാഴ്ച വൈകിട്ട് പ്രസാദശുദ്ധി, മഹാകുംഭത്തിന്റെ സ്ഥലശുദ്ധി ചടങ്ങുകൾ നടന്നു. ചൊവ്വാഴ്ച ബിംബശുദ്ധി ചടങ്ങുകളാണ്. 9-ന് 1000 കലശവും ബ്രഹ്മകലശാഭിഷേകവും നടക്കും. 10-ന് വൈകിട്ട് 3-ന് ആനയോട്ടം, രാത്രി ഉത്സവം കൊടിയേറും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത്, എരുമപ്പെട്ടി പഞ്ചായത്ത്, എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗർഭാശയ സ്ഥാനാർബുദ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK ടോണി പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ്, സുമന സുഗതൻ, മെമ്പർമാരായ MK ജോസ്, സതി മണികണ്ഠൻ, KB ബബിത, റിജി ജോർജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ടെൻഷനും ആരും വേണ്ട, ആർക്കും വേണ്ട. ഇന്ന് അതിനുള്ള എല്ലാവിധ മരുന്നും എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞു സ്ഥാനാർബുദം വന്ന കാര്യം ഡോക്ടറോട് സൂചിപ്പിച്ചു. ഡോക്ടർ പറയുന്ന പോലെ എനിക്ക് പറയാൻ കിട്ടില്ല, അവരൊക്കെ ഡോക്ടർ ഭാഗം പഠിച്ചവരാ. അപ്പൊ അത്രയും വലിയ കണ്ടുപിടുത്തം ഇന്ന് ഉണ്ട്. പക്ഷെ പണ്ടൊക്കെ നമ്മൾ ഓർക്കണം, ഇത് വരുമ്പോഴേക്കും അപ്പം തന്നെ കട്ടിയാണ്. അപ്പൊ നമുക്ക് തുടക്കത്തിൽ ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് അത് വലിയ ഒരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി ആലോചിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് പറയുമ്പോൾ, കുന്നംകുളം താലൂക്ക് ആശുപത്രി ശുചിമുറിയിൽ തലയിടിച്ചു വീണ് 84-കാരന് ദാരുണാന്ത്യം. പുത്തൂർ സ്വദേശി വടക്കൂട്ട് വീട്ടിൽ പൗലോസാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 12 മണിയോടെ താലൂക്ക് ആശുപത്രിയിലെ ശുചിമുറിയിൽ തലയിടിച്ചു വീണ രക്തം വാർന്ന നിലയിൽ ശുചീകരണ തൊഴിലാളികൾ കണ്ടെത്തുകയാണ്. തുടർന്ന് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ മരിച്ചതായി സ്ഥിരീകരിച്ചു. ഫെബ്രുവരി 28-നാണ് ശ്വാസമുട്ടലിനെ തുടർന്ന് പൗലോസിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സഹായത്തിനായി ഒപ്പം ഭാര്യ റോസി ഉണ്ടായിരുന്നെങ്കിലും തനിച്ചാണ് പൗലോസ് ശുചിമുറിയിലേക്ക് പോയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കാരം നടത്തി. കാട്ടകാമ്പാൽ മേഖലയിലെ വാവേക്കർ കോൾപ്പടവിലെ തകർന്ന ബണ്ടിന്റെ പുനർനിർമ്മാണം വൈകുന്നു. ഇപ്പോൾ നിർമ്മാണം തുടങ്ങിയാൽ മാത്രമേ മഴക്കാലത്തിന് മുൻപ് ബണ്ടിന്റെ പുനർനിർമ്മാണം പൂർത്തിയാവുകയുള്ളൂവെന്ന് കർഷകർ പറഞ്ഞു. ബണ്ട് പുനർനിർമ്മിച്ചില്ലെങ്കിൽ വരും സീസണിലും കൃഷി ഇറക്കാൻ കഴിയില്ലെന്ന ആശങ്കയിലാണ് കർഷകർ.
കഴിഞ്ഞ നവംബറിലാണ് നൂറടിത്തോടിന്റെ ബണ്ട് വരമ്പ് തകർന്ന് വെള്ളം വാവേക്കർ കോൾപ്പടവിലേക്ക് കുത്തിയൊലിച്ചത്. ഞാറ് നട്ട് 10 ദിവസം മാത്രം പിന്നിട്ട നെൽച്ചെടികൾ പൂർണ്ണമായും നശിച്ചു. ഏക്കറിന് 25,000 രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായത്. സ്ഥലം സന്ദർശിച്ച കൃഷി ഉദ്യോഗസ്ഥർ മാർച്ചിൽ പുനർനിർമ്മാണം തുടങ്ങുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. ബണ്ട് പുനർനിർമ്മിച്ച് അടുത്ത സീസണിൽ കൃഷിയിറക്കാനുള്ള സൗകര്യമൊരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ മാർച്ച് 8-ന് നടക്കുന്ന കേരള ലേബർ മൂവ്മെന്റ് തൃശൂർ അതിരൂപത വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിളംബര റാലി സംഘടിപ്പിച്ചു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു. പാലയൂർ വനിതാ യൂണിറ്റ് പ്രസിഡന്റ് എൽസ ജോസ് അധ്യക്ഷത വഹിച്ചു. ഫൊറോന പ്രസിഡന്റ് TJ ഷാജു, പുരുഷ യൂണിറ്റ് പ്രസിഡന്റ് ജെറി ജോസ് എന്നിവർ സംസാരിച്ചു. ഫ്രാൻസി ടിറ്റോ, വിൻസി ഫ്രാൻസിസ്, ജിൻസി സിജു, ടിറ്റോ സൈമൺ, CJ സാബു എന്നിവർ വിളംബര റാലിക്ക് നേതൃത്വം നൽകി. പാവർട്ടി, പേരകം എന്നിവിടങ്ങളിൽ വനിതാ യൂണിറ്റുകൾ റാലിക്ക് സ്വീകരണം നൽകി. തങ്ങൾപടി കള്ളുഷാപ്പിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പുന്നയൂർക്കുളം പഞ്ചായത്ത് നോട്ടീസ് നൽകി. ഷാപ്പ് ലൈസൻസിയായ പ്രദീപ് കുമാറിനാണ് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയത്. ബീച്ചിൽ 1 മാസം മുൻപ് ആരംഭിച്ച കള്ളുഷാപ്പിനെതിരെ നാട്ടുകാർ സമരരംഗത്തുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആക്ഷൻ കൗൺസിലും രൂപവൽക്കരിച്ചിരുന്നു. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പാർപ്പിട ആവശ്യത്തിനുള്ള കെട്ടിടത്തിലാണ് ഷാപ്പ് പ്രവർത്തിക്കുന്നതെന്നും ഈ കെട്ടിടത്തിൽ അനധികൃതമായി നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് നോട്ടീസ് നൽകിയത്. പഞ്ചായത്ത് അനുമതിയില്ലാതെയും കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയുടെ അനുമതിയില്ലാതെയുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് പറയുന്നു. കെട്ടിടത്തിൽ അനധികൃത നിർമ്മാണം പൊളിച്ച് നീക്കണമെന്നാവശ്യപ്പെട്ട് കെട്ടിട ഉടമയ്ക്കും പഞ്ചായത്ത് നോട്ടീസ് നൽകി. ചാലശ്ശേരി പൂരത്തിന് ആനയെ ഒഴിവാക്കി തുക നിർധന കുടുംബത്തിന്റെ വീട് പുനർനിർമ്മാണത്തിനായി മാറ്റിവെച്ച നവയുഗ പൂരാഘോഷ കമ്മിറ്റിക്ക് കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി 1 ലക്ഷം രൂപ സഹായം നൽകി. നവയുഗ കമ്മിറ്റിയിലെ 40ഓളം അംഗങ്ങളുടെ നന്മ മനസ്സ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് ജീവകാരുണ്യ സംഘടന സഹായവുമായി മുന്നോട്ടു വന്നത്. ആർഭാടങ്ങൾ ഒഴിവാക്കി ലളിതമായ രീതിയിൽ ഉത്സവാഘോഷങ്ങൾ നടത്തി ആ തുക ഉപയോഗിച്ച് നിർധന കുടുംബത്തിന് കൈത്താങ്ങായ നവയുഗ പൂരാഘോഷ കമ്മിറ്റി മാതൃകയാണെന്ന് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ, സെക്രട്ടറി ഷമീർ ഇഞ്ചിക്കാലയിൽ എന്നിവർ പറഞ്ഞു. 1 ലക്ഷം രൂപയുടെ തുകയ്ക്കുള്ള ചെക്ക് പൂരാഘോഷ കമ്മിറ്റി രക്ഷാധികാരി KK പ്രേമൻ, പ്രസിഡന്റ് MS മനു, സെക്രട്ടറി NS സനൂപ്, ട്രഷറർ MK ശരത്ത്, മറ്റു ഭാരവാഹികളും ചേർന്ന് ഏറ്റുവാങ്ങി. നവയുഗ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളെ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ ചേർന്ന് പൊന്നാടയും കഥകളി ശില്പവും നൽകി ആദരിച്ചു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ എഴുന്നള്ളിപ്പിനായി 5,03,000 രൂപ ഏക്കത്തുക കരാർ ഉറപ്പിച്ചിരുന്ന ചിറക്കൽ കാളിദാസനെ ഒഴിവാക്കി ഗൃഹനാഥനും മകനും മരണപ്പെട്ട വേങ്ങാട്ടുപറമ്പിൽ അജിതന്റെ കുടുംബത്തിന്റെ വീടുപണി പൂർത്തിയാക്കുന്നതിനായി തുക നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. സപ്പോർട്ട് ചെയ്യാ അവനെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ്, അല്ലാതെ ഞങ്ങളുടെ ഒറ്റ 1-2 തീരുമാനമൊന്നുമല്ല, എല്ലാവരും കൂടി ആലോചിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇങ്ങനെ 5 ലക്ഷത്തിന് ആന ഏൽപ്പിച്ചു. പിന്നെ 5 ലക്ഷത്തിന് ആന 1.5 എത്ര ഇതിന് വരിക, 1.20 വരും. പിന്നെ പന്തൽ 8 ലക്ഷത്തിൻ്റെ പരിപാടി ഞങ്ങൾ ബഡ്ജറ്റ് കണ്ടു. അപ്പോൾ എന്തിനാ കൊത്ത അങ്ങനെ പോണത്? അതിനൊക്കെ നല്ലത് നമുക്ക് പറ്റിയ ഒരാൾക്കാരനെ, അതായത് പയ്യൻ, അത്രയും വേണ്ടപ്പെട്ട പയ്യനായിരുന്നു. നമ്മൾ ഈ കമ്മിറ്റി നവയുഗ കമ്മിറ്റിയുള്ളവർക്ക് ആർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഈ ആലിക്കരയിലെ ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നവയുഗ കമ്മിറ്റി എല്ലാവരും കൂടെ നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. കാരണം നമ്മളൊരു ആനയ്ക്ക് വേണ്ടിയിട്ട് 5 ലക്ഷം ചിലവാക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് അവൻ്റെ കൂടി ആഗ്രഹമായിരുന്നു. നമുക്ക് വലിയ ആന കൊണ്ടുപോകണം, സന്നപടം നമുക്ക് നല്ല വലിയ ആന കൊണ്ടുപോകണം, അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അവൻ്റെ അവല്ലാതെ അതൊരു പൂരം നമുക്ക് വേണ്ട. അപ്പം അവൻ നമ്മളെ നിന്ന് വിട്ടുപിരിഞ്ഞു. എളവള്ളി ദുർഗാക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭം. രാവിലെ അഭിഷേകം, മലർനിവേദ്യം തുടങ്ങി വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്ര മേൽശാന്തി കിള്ളിമംഗലം മനോജ് നമ്പൂതിരി കാർമ്മികനായി. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ പൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. പഞ്ചവാദ്യത്തിന് വൈക്കം ചന്ദ്രന്മാരാരും സംഘവും നേതൃത്വം നൽകി. വിവിധ ഉത്സവ കമ്മിറ്റികൾ നേതൃത്വത്തിലുള്ള പ്രാദേശിക എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം ഊട്ടി എഴുന്നള്ളിപ്പ് നടന്നു. കലാമണ്ഡലം രതീഷ്, മുകേഷ്, കലാനിലയം സനീഷ് എന്നിവർ മേളത്തിന് പ്രമാണിത്വം വഹിച്ചു. വൈകിട്ട് നാഗസ്വരം, ശിങ്കാരിമേളം, വേലകളി, വിളക്കാട്ടം തുടങ്ങിയ വിവിധ കലാപരിപാടികളും ക്ഷേത്രാങ്കണത്തിലെത്തി ചേർന്നു. രാത്രി 7-ന് കേളിയും തുടർന്ന് 10:30 ഇരട്ടത്തായമ്പക, 12:30 ദേശവലത്ത് എന്നിവയും ഉണ്ടാകും. രാവിലെ 7:50-ന് ക്ഷേത്രം മാതൃസമിതി നേതൃത്വത്തിൽ ദേവി മഹാത്മ്യ പാരായണമുണ്ടായി. വൈകിട്ട് 5-ന് ശിങ്കാരിമേളം, ഫ്യൂഷൻ അരങ്ങേറി. മാലിന്യമുക്തം നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ട്രോളി വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ശശിധരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി, സോമസുന്ദരൻ,
IRTC കോർഡിനേറ്റർ BS ആരിഫ എന്നിവർ പങ്കെടുത്തു. വെസ്റ്റ് മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പൂരം ചൊവ്വാഴ്ച ആഘോഷിക്കും. ചൊവ്വാഴ്ച രാവിലെ 4 മണി മുതൽ ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് ശശി നമ്പൂതിരിയുടെയും മേൽശാന്തി ദുർഗാദാസ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും പ്രത്യേക വഴിപാടുകളും നടക്കും. ഉച്ചതിരിഞ്ഞ് 2:30 ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവൻ ദേവിയുടെ തിടമ്പേറ്റും. 4 മണി മുതൽ പോർക്കുളം തിരുത്തിക്കാട് ദേശങ്ങളിൽ നിന്നും എത്തിയ ദേശകുതിരകൾ ക്ഷേത്രപ്രദക്ഷിണം നടത്തും. 4:30 മുതൽ പ്രാദേശിക പൂരങ്ങളും കാവടികളും ക്ഷേത്രപ്രവേശനം നടത്തും. 5:30 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയേകും. 6:30 ക്ഷേത്രനടയിലെത്തുന്ന അവകാശവേലകളെ കോമരം ഉണ്ണികൃഷ്ണൻ നായർ അരിയും പൂവുമെറിഞ്ഞ് സ്വീകരിക്കും. തുടർന്ന് തിറ, പൂതം, കാളി, കാള, തെയ്യം തുടങ്ങിയ കലാരൂപങ്ങളും ക്ഷേത്ര മൈതാനത്തെത്തും. സന്ധ്യയ്ക്ക് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, കേളി, തായമ്പക എന്നിവയോടെ പകൽപൂരം സമാപിക്കും. രാത്രിപൂരം ആവർത്തനവും ചേമ്പിൻ താലം വരവും കൂട്ടിയെഴുന്നള്ളിപ്പിനും ശേഷം പുണ്യാഹത്തോടെ ക്ഷേത്രശുദ്ധിയോടെ ചടങ്ങുകൾ സമാപിക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റി കണിശ്ശേരി അച്യുതാനന്ദൻ അറിയിച്ചു. വാഗ ചെട്ടിയേടത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനമായി. ഫെബ്രുവരി 24 മുതൽ വിവിധ ചടങ്ങുകളോടെ നടന്നു വന്നിരുന്ന ഉത്സവാഘോഷങ്ങൾക്ക് ഞായറാഴ്ച സമാപനമായി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി പുത്തൻമടം നാരായണൻ എമ്പ്രാന്തിരി എന്നിവർ പൂജാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ നാമജപവും രാവിലെ 7 മുതൽ 10 മണി വരെ ഭക്തജനങ്ങൾക്കായി കഞ്ഞിയും പുഴുക്കും വിതരണം ഉണ്ടായിരുന്നു. ഉത്സവത്തിന്റെ സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, ശ്രീഭൂതബലി എന്നിവ നടന്നു. സമാപന ദിവസത്തെ പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അടാട്ട് കുട്ടന്മാരാരുടെ ശിഷ്യന്മാർ അണിനിരുന്ന ഡബിൾ തായമ്പകയും അരങ്ങേറി. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ പുതിയ SHO ആയി അനിൽകുമാർ ചുമതലയേറ്റു. നിലവിലുണ്ടായിരുന്ന SHO K സതീഷ് ഒറ്റപ്പാലത്തേക്ക് സ്ഥലം മാറിപ്പോയ സാഹചര്യത്തിലാണ് നിയമനം. പത്തനംതിട്ട വിജിലൻസിൽ CI ആയി സേവനം ചെയ്തതിനിടെയാണ് വടക്കേക്കാട്ടേക്ക് സ്ഥലം മാറി അനിൽകുമാർ എത്തിയത്. നിലവിലെ പൊതു സാഹചര്യത്തിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ആവശ്യമെങ്കിൽ പോലീസ് സേവനം ഉറപ്പുവരുത്തുമെന്നും വരുന്ന മദ്യ ലഹരിക്കെതിരെ ശക്തമായ പരിശോധന നടത്തുമെന്നും SHO പറഞ്ഞു. കഴിയൂർ RPM UP സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം ചാവക്കാട് AEO PM ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. സയൻസ് അധ്യാപിക ഫഹമദയുടെ നേതൃത്വത്തിൽ ബേസിക് സയൻസ് ക്ലബ് അംഗങ്ങൾ അവതരിപ്പിച്ച റോബോട്ടിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. PTA പ്രസിഡന്റ് ഷൌക്കത്ത് സ്രാബിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക സെബന, BRC കോർഡിനേറ്റർ മേഴ്സി ടീച്ചർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലൈല നാസർ, ഹലീമ നൌഷാദ് എന്നിവർ സംസാരിച്ചു. ഓരോ കുട്ടിയുടെയും വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പഠന മികവുകൾ അവതരിപ്പിച്ചു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും റോബോട്ട് പുതിയ അനുഭവമായി. പുന്നൂർക്കുളം കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന വയോമിത്ര ക്ലബ് അംഗങ്ങൾ വിനോദയാത്ര സംഘടിപ്പിച്ചു. മലമ്പുഴയിലേക്കാണ് 60 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള 50ഓളം പേരടങ്ങിയ സംഘം യാത്ര നടത്തിയത്. പുന്നൂർക്കുളം സഹകരണ ബാങ്ക് പ്രസിഡന്റ് P ഗോപാലൻ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രസിഡന്റ് VK ജോർജ്, സെക്രട്ടറി വേണുഗോപാൽ, കോർഡിനേറ്റർ ഷാജു ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു. പരിക്കാശ്ശേരി മന, പാലക്കാട് ടിപ്പുകോട്ട, ഫാന്റസി പാർക്ക്, മലമ്പുഴ ഡാം, ഉദ്യാനം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. രാത്രിയിലാണ് സംഘം മടങ്ങിയെത്തിയത്. ആടിയും പാടിയും ചിരിച്ചും കഥകൾ പറഞ്ഞും നടത്തിയ യാത്ര എല്ലാവർക്കും വേറിട്ട അനുഭവമായി. പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളായ MV ജോസ്, KK സുരേഷ്, ഉണ്ണി നായർ, M മുഹമ്മദ് അലി, സുശീല, MA മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സുരേഷ് ആറ്റുപുറം, സഗീർ എന്നിവരുടെ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി കവുക്കോട് ശ്രീ കുളത്താണി വിഷ്ണു ശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരമഹോത്സവം മാർച്ച് 4 ചൊവ്വാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 4 നടവർക്കലിന് ശേഷം വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി മംഗലത്ത് നാരായണ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ദേവസ്വം പുരം എഴുന്നള്ളിക്കും. ശങ്കരപ്പാട്ടിൽ പരമേശ്വരൻ നായർ, മണി എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യവും ഗജവീരനും അകമ്പടിയാകും. തുടർന്ന് 12-ലധികം ദേശപുരങ്ങൾ ക്ഷേത്രത്തിലെത്തും. രാത്രിയിൽ ദീപാരാധന, ചുറ്റുവിളക്ക്, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവ ഉണ്ടാകും. രാത്രി 3 മണിക്ക് താളത്തോടുകൂടി ദേവസ്വം പുരം എഴുന്നള്ളിപ്പ് നടക്കും. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ഗാനമേള ഉണ്ടാകും. പൂരാഘോഷത്തിന് കുളത്താണി ദേവസ്വം പ്രസിഡന്റ് K ശങ്കരൻ നായർ, സെക്രട്ടറി K രവീന്ദ്രൻ, ട്രഷറർ ഗോവിന്ദൻ നായർ അടങ്ങുന്ന ദേവസ്വം കമ്മിറ്റി നേതൃത്വം നൽകും. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മാർ പിലക്സിനോസ് ചാരിറ്റീസിന്റെയും ALP സ്കൂൾ വയലത്തൂർ ഈസ്റ്റിന്റെയും സഹകരണത്തോടെ സൗജന്യ ദന്ത പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 500 ദിവ്യദർശൻ ഓൾഡ് ഏജ് ഹോമിൽ നടന്ന ക്യാമ്പ് വാർഡ് മെമ്പർ M ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ദിവ്യദർശൻ ഡയറക്ടർ ഫാദർ ജോസഫ് താഴത്തേതിൽ അധ്യക്ഷത വഹിച്ചു. വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂൾ ഹെഡ്മാസ്റ്റർ വിജിയോ ജോർജ്, ഫാദർ ബിജു എടയാളിക്കുടയിൽ, ടോം സെ ജോസ് എന്നിവർ സംസാരിച്ചു. ദന്തപരിശോധനാ ക്യാമ്പിന്
ഡോക്ടർ ടി.ഐ. രജീഷ്, ഡോക്ടർ ഡെറിക് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ദിവ്യദർശൻ ഓൾഡ് ഏജ് ഹോമിൽ അന്തേവാസികൾക്കും പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്ത പ്രദേശവാസികൾക്കും മരുന്നുകളും ഡെന്റൽ കെയർ കിറ്റുകളും സൗജന്യമായി നൽകി. വയലത്തൂർ കത്തോലിക്ക ദേവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. രാവിലെ വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായി. ശുശ്രൂഷകൾക്ക് ഫാദർ ജാക്സൺ, കൈക്കാരന്മാരായ ഡേവിസ് സന്തിക്കാട്ട്, ജോസ് വാഴപ്പള്ളി, സണ്ണി പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കടപ്പുറം പഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ 15 ലക്ഷം രൂപ ചിലവഴിച്ച് 9ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഷാഹു ഹാജി റോഡിന്റെയും മുനക്കക്കടവ് സ്ലൂയിസ് കം ബ്രിഡ്ജിന്റെയും ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സമീറ ഷെരീഫ്, പഞ്ചായത്ത് മെമ്പർമാരായ റാഹില വഹാബ്, മുഹമ്മദ് PM, ഗഫൂർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. ആർത്താറ്റ് മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിലെ പുതുഞ്ഞായർ തിരുനാൾ കമ്മിറ്റി ഓഫീസ് ഇടവക വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ ഉദ്ഘാടനം ചെയ്തു. തിരുനാൾ ജനറൽ കൺവീനർ ചാർലി ചിരിയങ്കണ്ടത്ത്, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏപ്രിൽ 26-27 തീയതികളിലായിട്ടാണ് പുതുഞ്ഞായർ തിരുനാൾ ആഘോഷം. ആറ്റുപുറം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ വിഭൂതി തിരുനാൾ കരിക്കുറി ആചരിച്ചു. വിശുദ്ധ കുർബാനയോടെ വൈദികൻ വിശ്വാസികളുടെ നെറ്റിയിൽ കറുത്ത ചാരം ചാലിച്ചുകൊണ്ട് കുരിശു വരച്ചു. വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി കാർമ്മികനായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. രാജീവൻ എന്നീ പേരുള്ളവരുടെ സംസ്ഥാനതല കൂട്ടായ്മയായ രാജീവൻ 2025 പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. മാർച്ച് 2 ലോക രാജീവ് ദിനമായി പ്രഖ്യാപിക്കുന്ന പ്രമേയം യോഗം അംഗീകരിച്ചു. ലഹരിക്കെതിരെ അംഗങ്ങൾ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ ക്യാൻവാസിൽ അംഗങ്ങൾ ഒപ്പുശേഖരണം നടത്തി. ശബരിമല മുൻ മാളികപ്പുറം മേൽശാന്തി വൈക്കം രാജീവ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 65 വയസ്സ് പൂർത്തിയാക്കിയ രാജീവന്മാർ ചേർന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തു. 34 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള 400ഓളം രാജീവുമാർ പങ്കെടുത്തു. കലാപരിപാടികളുമുണ്ടായി. സംസ്ഥാന കോർഡിനേറ്ററായി PK രാജീവിനെ തെരഞ്ഞെടുത്തു. അഡ്മിൻ അംഗങ്ങൾ നേതൃത്വം നൽകി. അഭയഭവൻ വയോജന കേന്ദ്രത്തിന്റെ ഫ്രണ്ട്സ് ഓഫ് അഭയഭവൻ പദ്ധതിയുടെ ഇടവകതല ഉദ്ഘാടനം പെരുന്തിരുത്തി മാർ ബസേലിയോസ് പള്ളിയിൽ നടന്നു. വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ അഭയഭവൻ കോർഡിനേറ്റർ CV ബാബുവിന് നൽകി പ്രകാശനം നിർവഹിച്ചു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസും നാഷണൽ IP അവയർനെസ് മിഷനും സംയുക്തമായി ഫ്രണ്ടയേഴ്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എക്സ്പ്ലോറിംഗ് ന്യൂ ഹൊറൈസൺസ് ഫോർ ഇന്നോവേഷൻ പ്രൊട്ടക്ഷൻ എന്ന വിഷയത്തിൽ നാഷണൽ സെമിനാർ കൊമേഴ്സ് കോൺഫ്ലുവൻസ് 2025 സംഘടിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ ആരിഫ് ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോയമ്പത്തൂർ രതിനം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ജ്യോതിലിംഗം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സെമിനാർ അവതരണങ്ങളെ ഡോക്ടർ അർച്ചന അരവിന്ദൻ, ജ്യോതിലിംഗം, ഡോക്ടർ ബിന്ദു മേനോൻ, ഗോപിക MS നായർ എന്നിവർ വിലയിരുത്തി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ അഭയഭവൻ വയോജന കേന്ദ്രത്തിന്റെ ഫ്രണ്ട് ഓഫീസ് അഭയഭവൻ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ VM സാമുവൽ, അഭയഭവൻ ഇടവക കോർഡിനേറ്റർ മനീഷ് മോഹന് നൽകി പ്രകാശനം നിർവഹിച്ചു. സഹവികാരി ഫാദർ K ജോസഫ് ജോർജ്, വിശ്വാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നൂർക്കുളം കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തിയ ക്യാമ്പ് പുന്നൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് P ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഷാജു ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. TS സുരേഷ് സ്വാഗതവും AS സുരേഷ് നന്ദിയും പറഞ്ഞു. റെറ്റിന, തിമിര രോഗനിർണയം, കണ്ണട ഒഴിവാക്കാനുള്ള ലാസിക് ചികിത്സ, പരിശോധന, ഗ്ലൂക്കോമ നിർണയം എന്നിവ ഉണ്ടായി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് പ്രിവിലേജ് കാർഡ് വിതരണവും ഉണ്ടായി. കുന്നംകുളം പിസാറ്റ് കോളേജിന്റെ 48ാമത് കോളേജ് ഡേ ആഘോഷിച്ചു. കോളേജ് മാനേജിംഗ് ഡയറക്ടർ PK സുനിൽ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടറും പ്രിൻസിപ്പലുമായ ലീന സുനിൽ, HODമാരായ മൃദുല, ചിത്ര, കൺവീനർ അസിത എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ കലാഭവൻ ബാദുഷ ഗാനമേള നയിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ, മലബാർ ഓർക്കസ്ട്ര ടീമിന്റെ ഗാനമേള എന്നിവ ആവേശമായി. കലാപരിപാടികളിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥിനികളെയും ഉപഹാരം നൽകി ആദരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7945 രൂപ, സ്വർണം പവന് 63,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
വെള്ളി ഗ്രാമിന് 105 രൂപ. ചർമ്മം കോട്ടപ്പടി ചെമ്മണ്ണൂർ റപ്പായി മാസ്റ്റർ മകൻ ജോസ് മാസ്റ്റർ നിര്യാതനായി 74 വയസ്സായിരുന്നു. കോട്ടപ്പടി RCUP സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ, വേലൂർ സെന്റ് സേവിയേഴ്സ് സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ, KAPT യൂണിയന്റെ മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം, ചെമ്മണ്ണൂർ കുടുംബയോഗം മുൻ പ്രസിഡന്റ്, തൃശൂർ സർവീസ് എംപ്ലോയീസ് കുറീസ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് മുൻ MD എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പരേതയായ ലില്ലി ടീച്ചർ ഭാര്യയാണ്. റൈമൺ ജോസ്, റൈനി ജോസ്, റൈസി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കം. പതിവ് പോലെ ആദ്യ ദിനത്തിലെ പരീക്ഷ കുട്ടികളെ വലച്ചില്ല. കനത്ത ചൂട് പരിഗണിച്ച് പരീക്ഷാ ഹാളിൽ കുടിവെള്ള വിതരണം ഒരുക്കി. മൂല്യനിർണ്ണയം ഏപ്രിൽ 3 ആരംഭിക്കും. മെയ് മാസം അവസാനത്തോടെ ഫലപ്രഖ്യാപനം ഉണ്ടായേക്കും. പെരുമ്പടം പുത്തൻപള്ളിയിൽ ലോഡ്ജിൽ താമസിച്ചിരുന്ന 3 യുവാക്കളെ 140 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പെരുമ്പടം പോലീസ് പിടികൂടി. വെളിയങ്കോട് കൊങ്ങണം വീട്ടിൽ ഫസ്റുദ്ദീൻ, പെരുമുടിശ്ശേരി ഏറനൂർ വീട്ടിൽ രാഹുൽ, നാക്കോല വാരിയംപുള്ളി ഷുഹൈബ് എന്നിവരാണ് അറസ്റ്റിലായത്. യേശുവിന്റെ കുരിശുമരണത്തെ സ്മരിച്ച് വലിയ നോമ്പിലേക്ക് ക്രൈസ്തവ സമൂഹം പ്രവേശിച്ചു. അനുതാപത്തിന്റെയും ഉപവാസത്തിന്റെയും പാപപരിഹാരത്തിന്റെയും പാതയിലൂടെ പുണ്യം തേടിയുള്ള 50 നോമ്പാചരണം പ്രാർത്ഥനാപരമാകും. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നോമ്പ് ദിനങ്ങൾ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടക്കും. നോമ്പാചരണ തുടക്കം കുറിച്ചുകൊണ്ട് കത്തോലിക്ക വിശ്വാസികൾ വിഭൂതി തിരുനാൾ ആചരിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രി ശുചിമുറിയിൽ തലയിടിച്ച് വീണ 84-കാരന് ദാരുണാന്ത്യം. പൂവത്തൂർ സ്വദേശി വടക്കൂട്ട് വീട്ടിൽ പൗലോസാണ് മരിച്ചത്. കാട്ടകാമ്പാൽ മേഖലയിലെ വാവേക്കർ കോൾപ്പടവിലെ തകർന്ന ബണ്ടിന്റെ പുനർനിർമ്മാണം വൈകുന്നു. ഇപ്പോൾ നിർമ്മാണം തുടങ്ങിയാൽ മാത്രമേ മഴക്കാലത്തിന് മുൻപ് ബണ്ടിന്റെ പുനർനിർമ്മാണം പൂർത്തിയാവുകയുള്ളൂവെന്ന് കർഷകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.